സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കാർത്തിക നക്ഷത്രത്തിന്റെ ജൂൺ 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂൺ 2025 എങ്ങനെ വരുമെന്ന് നമുക്ക് ഈ ടാരോട്ട് കാർഡുകളിലൂടെ നമുക്ക് നോക്കാം. King of Cups energy, Knight of Wands, Two of Wands, the Fool, Queen of Wands. ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഏത് തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മുന്നിൽ വന്നാലും നിങ്ങൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റിയോടെ ആ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ്. തൊഴിൽപരമായ വെല്ലുവിളികൾ വരുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് നോളജ്, ലോജിക്ക് ഒക്കെ വെച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ സെൽഫ് കൺട്രോള്, ഇമോഷണൽ കൺട്രോള് ഒക്കെ ആ ഒരു ഇമോഷണൽ കൺട്രോളിലൂടെയൊക്കെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈസിയായി കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന വെല്ലുവിളികളെ ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ്, സപ്പോർട്ട് ഒക്കെ കൊടുക്കാനുള്ള ഒരു അവസരം ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം വരും. കരിയറുമായി റിലേറ്റഡ് ആയിട്ട് പ്രാധാന്യമുള്ള ഒരു മാസമാണ്. ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് എനർജി സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസം നിങ്ങളുടെ കരിയറിൽ റിലേറ്റഡ് ആയി പുതിയൊരു ജോലി, പ്രോജക്റ്റ് ഐഡിയ, ബിസിനസ് ഐഡിയാസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര ചെയ്യാനുള്ള അവസരം ഒക്കെ ഒരു സൂചനയുണ്ട്. ഇനി റിലേഷൻഷിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത കാണുന്നു. ഒരു പാർട്ട്ണറിനെയൊക്കെ അവിവാഹിതരായിട്ടുള്ളവർ ഒരു പാർട്ട്ണറിനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു പുതിയ പാർട്ട്ണർ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഓൾറെഡി നിലവിലുള്ള റിലേഷൻഷിപ്പുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അവരുടെ ഒരു പാഷൻ, കരിയർ ഇവയൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയിൽ നിന്ന് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എല്ലാ അറിവ്, അതിൽ നിന്ന് ഉള്ള ഒരു സപ്പോർട്ട് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികപരമായ ഒരു ചോയ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു മാസമാണ്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരുടെയും പ്രേരണയുടെ പുറത്തല്ലാതെ സ്വയം മെച്യൂരിറ്റിയോടുകൂടി ചിന്തിച്ച് മാത്രം എടുക്കുക. ആരോഗ്യകരമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു മാസമാണ്. ആരോഗ്യപരമായി ഒരുപാട് നിങ്ങൾ എനർജി ഫീൽ ചെയ്യുന്ന ഒരു മാസമാണ്. ആ ഒരു എനർജിയെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പൊതുവെ കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ സ്വഭാവം പോലെ തന്നെ ബോൾഡായിട്ട് ആക്ഷൻ എടുക്കുന്നതിന്റെയും ഇമോഷണൽ പവർ ഒക്കെ പ്രകടമാകുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങൾക്ക് വരുന്ന മാറ്റത്തെ സ്വീകരിക്കുക, സ്വയം എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫയർ അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതോടുകൂടി ഈ റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.